അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി നമുക്ക് മാദിൻ്റെയും റിക്കാസിൻ്റെയും തിജാറത്തിൻ്റെയൊക്കെ സക്കാത്തുകളാണ് പറയാനുള്ളത്. അതിന് മുമ്പ് ഈ അല്പഭാഗം എടുക്കാൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഷർത്തു സക്കാത്ത് നഖദി, ഈ നാണയത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള ഷർത്ത് അൽ ഹൗലു, കൊല്ലം പൂർത്തിയാകുക എന്നുള്ളതാണ്. ഒരു കൊല്ലം മുഴുവനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ നിസാബ് എന്താകണം, അയാളുടെ കയ്യിലുണ്ടാകണം. കാരണം എന്താ, ഹദീസ് അബീ ദാവൂദ് വഗൈരിഹി ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഖൗലു, വർഷം പൂർത്തിയായാലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ എന്നുള്ള ഹദീസ് ഉണ്ട്. വലാ സക്കാത്ത ഫീ സാഇരിൽ ജവാഹിരി, എന്നാൽ സ്വർണം വെള്ളിയല്ലാത്ത മറ്റ് ജൗഹർ, മുത്ത് പവിയങ്ങൾ അങ്ങനത്തെയിലൊന്നും സക്കാത്തില്ല. കല്ലുലു, ഈ പവിയം മുത്ത് പോലെയൊക്കെ, വൽ യാക്കൂത്തി അതുപോലത്തെ സാധനങ്ങളിലൊന്നും. കാരണം ലിഅദമി ഉറൂദിഹ ഫീ ദാലിക, അതിലൊന്നും ഒരു ഹദീസോ തെളിവുകളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്വർണം വെള്ളിയിലായ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അല്ലാത്ത ബാക്കിയുള്ള മുത്ത് പവിയം ഡയമണ്ട് പിന്നെ മാണിക്യക്കല്ലുകൾ, അതിലൊന്നും എന്താകൂല, സക്കാത്ത് നിർബന്ധം ഇല്ല. ഇനി സക്കാത്തുൽ മഅദിനി. മഅദിനി പറഞ്ഞാൽ എന്താ? ഗനി അല്ലേ? സ്വർണ്ണ ഗനികളൊക്കെ ഉണ്ടാവും. സൗത്ത് ആഫ്രിക്കയിലൊക്കെ അല്ലേ കൂടുതൽ സ്വർണ്ണ ഗനിയൊക്കെ ഉള്ളത് അവിടെയാണ് അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ കല്ലൊക്കെ വെട്ടിയെടുക്കൂലേ, അതേപോലെ അവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് തുരന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വർണ്ണങ്ങളൊക്കെ കണ്ടെത്തുന്ന വലിയ വലിയ സ്വർണ്ണ ഗനികൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സക്കാത്താണ് ഇനി പറയുന്നത്. അതേപോലെ റിക്കാസി. റിക്കാസ് പറഞ്ഞാൽ നിധി. നിധി പറഞ്ഞാൽ പണ്ടത്തെ ആളുകൾ കുഴിച്ചിട്ടിട്ട് നമുക്ക് സ്വർണത്തിൻ്റെ ഒരു എന്താ പറയാ, ആ വലിയ പാത്രത്തിൽ കുഴിച്ചിട്ടിട്ട് ആ സ്വർണ്ണമൊക്കെ നമ്മൾ വീണ്ടും കണ്ടെടുക്കാറൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയൊക്കെ ആ സ്ഥലമൊക്കെ ഇങ്ങനെ കൊത്തി കളക്കുമ്പോഴും സ്ഥലം മാന്തുമ്പോഴൊക്കെ പണ്ടത്തെ ആരെങ്കിലും കുഴിച്ചിട്ട സ്വർണ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനത്തെ നിധികളെക്കുറിച്ച്, അതേപോലെ തിജാറത്തി, കച്ചവടത്തിൻ്റെ സക്കാത്ത്. കച്ചവടത്തിൽ സക്കാത്ത് ഉണ്ടാകുമല്ലോ. അപ്പം അതൊക്കെയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താക്കാം, നിധിയെക്കുറിച്ച് പറയാം. നിധിയല്ല, ഗനി. മൻ ഇസ്തഖ്റജ ദഹബൻ ഔ ഫില്ലത്തൻ മിൻ മാദിനിൻ, ആരെങ്കിലും സ്വർണമോ വെള്ളിയോ പുറപ്പെടുവിച്ചാൽ, മിൻ മാദിനിൻ, ഏതെങ്കിലും ഗനിയിൽ നിന്ന്, സ്വർണ്ണ ഗനിയിൽ നിന്ന്, അതായത് മക്കാനിൻ ഖലഖഹുല്ലാഹു ഫീഹി മവാത്തുൻ ഔ മിൽക്കുലഹു, അള്ളാഹു താല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, അതായത് അള്ളാഹ് പണ്ടേ സൃഷ്ടിച്ച സ്വർണം അതാരെങ്കിലും എന്തായി പുറപ്പെടുവിച്ചാൽ, മവാത്തുൻ ഔ മിൽക്കുലഹു, ഒഴിഞ്ഞ സ്ഥലമാകട്ടെ അല്ലെങ്കിൽ ഇയാളുടെ മിൽക്കിലുള്ളൊരു സ്ഥലമാകട്ടെ, എങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇയാൾ കുഴിച്ചിട്ടതോ മറ്റു മനുഷ്യന്മാർ കുഴിച്ചിട്ടതോ ഒന്നുമല്ല, അള്ളാഹു പണ്ടേ ആ ഭൂമിയിൽ നിർമ്മിച്ചതായ ആ സ്വർണം, ആ സ്വർണത്തെ ആരെങ്കിലും പുറപ്പെടുവിച്ചാൽ അതിനാണല്ലേ നമ്മൾ ഗനി എന്ന് പറയാം. കമാദക്കറൂഫി ഷറൽ മദബി അലി നസാബിനെ തൊട്ട് പറയുന്ന പോലെ ഇപ്പോൾ യുസമ്മൽ മുസ്തഖ്റജു, അങ്ങനെ പുറപ്പെടുവിക്കുന്ന സാധനത്തേക്ക് നമ്മൾ മാദിനൻ എന്നാണ് പറയാറുള്ളത്. കമാഫി തെർജമയിൽ പറഞ്ഞതുപോലെ. അപ്പം അങ്ങനെ സ്വർണ്ണ ഗനിയിൽ നിന്ന് ആരെങ്കിലും സ്വർണം പുറപ്പെടുവിച്ച്, അങ്ങനെ സ്വർണം പുറപ്പെടുവിച്ച് കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നിസാബെത്തി, നിസാബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലേ? അപ്പം ആ നിസാബ് എത്തുകയും ചെയ്താൽ ലസിമഹു റുബു ഉശരിഹി, അയാൾക്ക് അതിൻ്റെ 4/10 കൊടുക്കൽ നിർബന്ധമാകും. ലിസിക്കത്ത് ഇയാഹു, കാരണം ആ ഗനിയിൽ നിന്ന് എടുത്ത സ്വർണത്തെയും നമ്മളെന്ത് അടിച്ച് നാണയമാക്കി മാറ്റാറുണ്ടല്ലോ പിന്നീട്. അപ്പോൾ അത് പിന്നീട് നമുക്ക് എന്താകും, നാണയമാക്കി മാറ്റാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമാഫി ഒയിരിൽ മാദിനി, മാദിനിന്ന് കിട്ടിയതല്ലാത്ത സ്വർണത്തൊക്കെ നമ്മൾ അടിച്ച് നാണയമാക്കുന്ന പോലെ തന്നെ. കാരണം ഷുമൂലിൽ അതിലെത്തി തെളിവ് എല്ലാത്തിനും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല്ലേ? സ്വർണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും ഇത്ര സ്വർണം ഉടമപ്പെടുത്തിയാൽ, അപ്പോൾ അത് ഗനിയിൽ നിന്നെടുത്ത സ്വർണ്ണമാണെങ്കിലും അല്ലാത്ത സ്വർണ്ണമാണെങ്കിലും ആക്കെന്താവും, നമുക്ക് നാണയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗനിയിൽ നിന്ന് സ്വർണം എടുത്താൽ അതിലും എന്താകും, സക്കാത്ത് നിർബന്ധമാകും. വഫിയ കൗലിൻ, എന്ന വേറെ ഒരു കൗലിലുണ്ട്, അൽ ഹുംസു, ഇതിൽ 1/5 കൊടുക്കേണ്ടി വരും എന്ന്. 10 4 കൊടുത്താൽ പോരാ,
അഞ്ചിലൊരു ഭാഗം തന്നെ കൊടുക്കേണ്ടി വരും. കരിക്കാസി, നിധി കിട്ടിയാൽ ആ നിധിയുടെ സക്കാത്ത് അങ്ങനെയാണ്, അഞ്ചിലൊന്നാണ് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ഗനിയിൽ നിന്ന് പുറപ്പെടുവിച്ചതിനും അഞ്ചിലൊന്ന് കൊടുക്കണം എന്ന് ഒരു കൗലുണ്ട്. കാരണം ജാമിയൽ ഖഫായിഫിൽ അർളി, ഇത് രണ്ടും മണ്ണിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധനമല്ലേ. അപ്പം മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന സാധനം എന്നുള്ളത് ഇത് രണ്ടും ഒരേപോലെയാണ്. അപ്പം റിക്കാസിൽ അഞ്ചിലൊന്ന് കൊടുക്കണം, അപ്പം അതേപോലെ ഈ മാദിലും അഞ്ചിലൊന്ന് കൊടുക്കണം എന്നാണ് ഒരു കൗല്. വഫിയ കോലിന്ന് വേറൊരു കോലിലുണ്ട്, ഇൻ ഹസല ബി താബിൻ, ഇയാൾ കുറെ അധ്വാനിച്ച് ക്ഷീണിച്ചു കണ്ടാണ് ഇതിനെ കണ്ടെത്തിയത് എങ്കിൽ, ഇയാൾക്ക് കിട്ടിയത് എങ്കിൽ, ബിയാൻ എഹ്താജ് ഇല ത്വഹിനി, അവിടെ കുഴിക്കേണ്ട ആവശ്യം വന്നു. അതേപോലെ വൽ മുആലജത്തി പിന്നാരി, അതിനെ കുഴച്ച് പിന്നെ തീ കാട്ടി അങ്ങനെ അതിനെ സ്വർണത്തിനെ മാത്രം വേർതിരിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അയാൾ കുറേ അധ്വാനിച്ച് കണ്ടാണ് ഈ സ്വർണം കിട്ടിയത് എങ്കിൽ ഫറുബോഷരിഹി, 4 കൊടുത്താൽ മതി. അല്ല ഇല്ല അബിയാൻ നസല ബിലാ താബിൻ, ഒരു അധ്വാനം ഇല്ലാതെ, അബിയാൻ ഇസ്താന അനുഹമ, ഒരു അധ്വാനം ഇല്ലാതെയാണ് ഇയാൾക്ക് കിട്ടിയത് എങ്കിൽ ഫഹുംസുഹു, 5/1 കൊടുക്കണം എന്ന് ഒരു അഭിപ്രായം. ഓരോ കീലകളാണ്. കമഖ്തലഫൽ വാജിബു ഫിൽ മസ്കി ബിൽ മതരി വൽ മസ്കി ബിൻ നൽഹി, അല്ലേ, ആകാശത്തു നിന്നുള്ള മഴ കൊണ്ട് കുടിപ്പിക്കപ്പെട്ട കൃഷിയാണ് എങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട സക്കാത്തും, അതേപോലെ വൽ മസ്കി ബിൻ നൽഹി, ഇയാൾ തേവി നനച്ചുണ്ടാക്കിയ കൃഷിയാണെങ്കിൽ രണ്ടിനും സക്കാത്ത് കൊടുക്കേണ്ട കണക്കിൽ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ. അപ്പം അതേപോലെയാണ് ഇവിടെയും. ഇയാൾ അധ്വാനിച്ച് കണ്ട് കിട്ടിയതാണെങ്കിൽ 4 കൊടുത്താൽ മതി. അല്ല ഇയാൾക്ക് വെറുതെ കിട്ടിയതാണ് എങ്കിൽ 5/1 കൊടുക്കണം എന്നാണ് ഈ കീലക്കാരുടെ അഭിപ്രായം. അപ്പം എന്തായാലും ഗനിയിലും റിക്കാസിലും സക്കാത്ത് നിർബന്ധമാണ് എന്ന് മനസ്സിലായി. ഗനിയാണ് എങ്കിൽ 4/1 കൊടുക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം. ഇനി നിധിയാണ് കിട്ടിയതെങ്കിൽ, നിധി കിട്ടുകയെന്നൊക്കെ പറഞ്ഞാലല്ലേ, പണ്ടത്തെ ആൾക്കാർ കുഴിച്ചിട്ട സ്വർണ്ണമാണ്, നേരെ സ്വർണ്ണമായിരിക്കും, അത് പിന്നെ നല്ല പരിശുദ്ധമായ സ്വർണ്ണമായിരിക്കും നിധിയിലൊക്കെ ഉണ്ടാകുക. ഗനിയാകുമ്പോൾ മണ്ണിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കണം, അത് തന്നെ കുറേ മണ്ണും മറ്റേ കൂടിയൊക്കെ കലർന്നതായിരിക്കും. അപ്പോൾ അത് ശുദ്ധീകരിക്കാനൊക്കെ കുറച്ച് റിസ്ക് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് 4/1 കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. എന്നാൽ നിധിയാണെങ്കിൽ സാധാ സ്വർണ്ണങ്ങൾ ഒരു പാത്രത്തിലൊക്കെ പൂട്ടിയിട്ട് കണ്ട് നേരെ കുഴിച്ചിട്ടൊക്കെ ആയിരിക്കും, അല്ലേ. അപ്പം അത് എന്താവണം, അതിൽ 1/5 ഭാഗം എന്താവണം, സക്കാത്തായിട്ട് കൊടുക്കണം. എന്തായാലും ഇതിൽ രണ്ടിലും സക്കാത്ത് നിർബന്ധമാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിന് രണ്ടിനുള്ള ഷർത്ത് എന്താണ്? അതാവ യുസ്തറത്തു നിസാബു, ഇവ രണ്ടിനും നിസാബ് ഉണ്ടായിരിക്കൽ ഷർത്താണ്. അതായത് ഈ ഗനിയിൽ നിന്ന് കിട്ടിയ സ്വർണം അല്ലെങ്കിൽ ഈ നിധിയിൽ നിന്ന് കിട്ടിയ സ്വർണം നമ്മൾ പറഞ്ഞ നിസാബ് എത്തണം. നിസാബ് എത്തിയാലേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. എന്നാൽ ലല്ല ഹൗലു, കൊല്ലം പൂർത്തിയാകുക എന്നുള്ള ഇവിടെ ഷർത്തില്ല. അലൽ മദ്ഹബി ഫീഹിമ, ഈ രണ്ടിലും മദ്ഹബ് അഭിപ്രായം അനുസരിച്ച്. അതായത് ഈ ഗനിയിൽ നിന്ന് സ്വർണം ഇയാൾ പുറപ്പെടുവിച്ചാലും അതേപോലെ നിധി കിട്ടിയാലൊക്കെ സക്കാത്ത് ആ കിട്ടിയത് എപ്പോഴാണോ അപ്പം തന്നെ അതിൻ്റെ നമ്മൾ പറഞ്ഞ 4/1 അല്ലെങ്കിൽ 5/1 ഭാഗം അപ്പം തന്നെ കൊടുക്കണം. അത് പിന്നെ ഒരു കൊല്ലം വരെ ഇയാളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് ഷർത്തുണ്ടോ? ഇല്ല, ആ ഷർത്ത് ഇവിടെ ബാധകമല്ല. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ പറയലുണ്ട് അതെന്താവണം, ഇയാളെ കയ്യിൽ ഒരു കൊല്ലം മുഴുവനായിട്ട് നിലനിന്നാൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. എന്നാൽ ഈ ഗനിയിൽ നിന്ന് കിട്ടുന്നതും നിധി കിട്ടുന്നതും അതിനൊരു കൊല്ലം പൂർത്തിയാകുക എന്നുള്ള ഷർത്തില്ല. എപ്പോഴാണോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ എന്താവണം, അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അപ്പം അത് ആ സക്കാത്ത് കൊടുക്കേണ്ടതിൻ്റെ ടൈമാണ്. അപ്പോൾ കിട്ടിയത് എപ്പോഴാണോ അപ്പോൾ കൊടുക്കണം. വക്കീല വേറെ കീലുണ്ട്, ഫിസ്തിറാത്തി കുല്ലുമിൻഹുമ കൗലാനി, ഇത് ഷർത്ത, ഈ രണ്ടും അതിൽ രണ്ടിലും ഒരു കൗലാനി ഉണ്ട്. എന്താണ്? കദാഫി അസ്ല റൗല അവൽ ഫർഖു ബൈനഹുമ അലൽ അവലി അന്നമാ ദൂനൻ നിസാബി ലാ യഹ്തമിലുൽ മുവാസാത്ത. എന്നാൽ ഈ നിസാബിനിക്ക് താഴെയുള്ളത് എന്താകൂല, ലാ യഹ്തമിലുൽ മുവാസാത്ത, അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ല. അപ്പം എന്തായാലും നിസാബ് ഉണ്ടാകണം. അപ്പം നിസാബ് എന്തായാലും ഉണ്ടാകണം എന്നുള്ളത് അതിനുള്ള തെളിവാണ്. എന്നാൽ വൽ ഹൗലു, ഈ കൊല്ലം പൂർത്തിയാകുക എന്നുള്ളതോ, ഇന്നമുഷ്തുരിത്തലി തമക്കുനി മിൻ തെന്മിയത്തിൽ മാലി, മുതൽ വളരുക എന്നുള്ളൊരു തമക്കുനി, അതിന് സൗകര്യപ്പെടാൻ വേണ്ടിയാണ് അത് ഷർത്താക്കിയത്, അല്ലേ. ഒരു കൊല്ലം അയാളെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ള ഷർത്താക്കിയത് മുതലിങ്ങനെ വളരാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ്. എന്നാൽ വൽ മുസ്തഖ്റജു മിനൽ മഅദിനി നമാഉൻ ഫി നഫ്സിഹി, ഈ ഗനിയിൽ നിന്ന് പുറപ്പെടുവിച്ചതെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആദ്യമേ ഒരു വളർന്നൊരു സ്വത്താണ്, അല്ലേ.
കാരണം ഇയാൾക്ക് സ്വർണം വെറുതെ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അത് ആദ്യമേ ഓട്ടോമാറ്റിക്കായി വളർന്നതാണ്. അപ്പോൾ ത്വരീഖുൽ ഖിലാഫി ഫിൻ നിസാബി മുഫറൗൻ അല വുജൂബിൽ ഖുംസി വഫിൽ ഹൗലി മുഫറൗൻ അല വുജൂബി റുബുൽ ഉശ്രി. ഇനി ഈ ഖിലാഫിൻ്റെ ഈ ത്വരീഖ്, അതായത് നിസാബ് വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് മുഫറൗൻ അല വുജൂബിൽ ഖുംസി, ഈ 5-1 നിർബന്ധമാകോ എന്നുള്ള ആ നിർബന്ധമാകുന്നതിൻ്റെ മേലിൽ ഫർആയിട്ട് വരുന്നതാണ്. അതേപോലെ വഫിൽ ഹൗലി, ഈ ഹൗലിനെ കുറിച്ചുള്ള ഈ ഖിലാഫ് ഉണ്ടല്ലോ, കൊല്ലം പൂർത്തിയാകണമോ വേണ്ടയോ എന്നുള്ള ഈ ഒരു ചർച്ച, അത് മുഫറൗൻ അല വുജൂബി റുബുൽ ഉശ്രി, 10-1 4 നിർബന്ധമാകും എന്നുള്ള ആ അഭിപ്രായത്തിൻ്റെ മേലിൽ ഫർആയി വന്നതാകുന്നു. ഇനി വയുളമ്മു ബാലുഹു ഇല ബാലിൻ, ഇതിൽ നിന്ന് ചിലതിലേക്ക് ചേർത്തപ്പെടണം. ഫിൻ നിസാബി, നിസാബ് എത്തുന്ന വിഷയത്തിൽ. അതായത് ഇപ്പോൾ ഗനിയിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് പുറപ്പെടുവിക്കും അല്ലേ, ഇന്ന് കുറച്ച് കളിച്ചെടുക്കും, പിന്നെ ബാക്കി നാളെ ഈ കാര്യം കുറച്ച് കളിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് കളിച്ചെടുത്തത് മൊത്തം നിസാബ് എത്തണം അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ വിഷയത്തിൽ, ഗനിയുടെ വിഷയത്തിലെ കഥ ചിലതിനെ മറ്റു ചിലതിലേക്ക് ചേർത്തപ്പെടണം. വയുളമ്മു ബാലുഹു അയിൽ മുസ്തഖ്റജു, ഈ പുറപ്പെടുവിക്കുന്നതിൽ നിന്നുള്ള ചിലതിനെ ചേർത്തപ്പെടും ഇലാ ബാദി, മറ്റു ചിലതിലേക്ക്, ഫിൻ നിസാബി, നിസാബിൻ്റെ വിഷയത്തിൽ. എപ്പോൾ ഇൻ തതാബ അൽ അമലു, ജോലി തുടരെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗനിയിൽ നിന്ന് ഇന്ന് കുറച്ച് ബാക്കി നാളെ അങ്ങനെ തുടരെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തേനെ നാളത്തേലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ എപ്പോഴാണ് നിസാബ് എത്തുന്നത് വെച്ചെങ്കിൽ അപ്പോൾ ആ നിസാബിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ 10-1 4 കൊടുക്കേണ്ടി വരും. വലാ യുസ്തറത്തു ഫിൽ ലമ്മി, അങ്ങനെ ചേർത്തുന്നതിൽ ഷർത്താക്കപ്പെടൂല ഇത്തിസാലു നെയ്ലി, അത് കരസ്ഥമാകൽ ഇങ്ങനെ തുടരണം എന്നുള്ളത്. കാരണം ഈ ഗനി എന്നൊക്കെ ആകുമ്പോൾ തുടരെ കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ കുറേ മണ്ണ്, പിന്നെ കുറച്ച് ഭാഗം സ്വർണം, പിന്നെയും കുറേ മണ്ണ്, പിന്നെ കുറച്ച് ഭാഗം സ്വർണം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ആ ജോലി ഇങ്ങനെ തുടർന്നാൽ മതി. ആ സ്വർണം കിട്ടുക എന്നുള്ളത് തുടരെ ആകണം എന്നുള്ളതില്ല. അലൽ ജദീദി, ജദീദ് അഭിപ്രായം അനുസരിച്ച്. കാരണം അന്നൽ ആദത്തെ തൊഫുറുഖുഹു, കാരണം ആദത്ത് അതിനനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ ഒരാഴ്ച തീരെ കിട്ടിക്കൊള്ളുന്നില്ല, പിന്നത്തെ ആഴ്ച ചിലപ്പോൾ ഒരു ശാഖരായിരിക്കും. കടലിലൊക്കെ പോകുന്ന പോലെ തന്നെ ചിലപ്പോൾ നല്ല മീൻ കിട്ടും, ചിലപ്പോൾ തീരെ കിട്ടൂല. അങ്ങനെയാണ് ഇതിൻ്റെയും ഗനിൻ്റെ അവസ്ഥ. എന്നാ വൽ ഖദീമു, ഖദീമേര് പറയുന്നത് ഇൻ തോല സമനുൽ ഇൻഖിതാഇ, അത് മുറിയുന്ന സമയം കുറേ നീണ്ടാൽ ലായുള്ളമു, പിന്നെ അതിനെ ചേർത്തപ്പെടൂല. കുറേ കാലം ഒന്നും കിട്ടിയില്ല, പിന്നെ കുറേ കിട്ടിയത്, അപ്പോൾ അതും ഇതും കൂടി ചേർത്തപ്പെടൂല എന്ന് ഖദീമേര്. ഇനി വൈദാ ഖതാൽ അമല, ഒരാൾ ജോലി തന്നെ കുറച്ച് കാലത്തേക്ക് നിർത്തിവെച്ചു, ബി ഉദിരിൻ, എന്തെങ്കിലും മുതിർ കാരണത്താൽ, സുമ്മ ആദലഹി, പിന്നെ അതിലേക്ക് വീണ്ടും തിരിച്ചു വന്നു, എന്നാൽ ദുമ്മ, അതിനെ ചേർത്തപ്പെടണം. അപ്പോൾ ജോലി തന്നെ നിർത്തിവെച്ചതാ, അപ്പോൾ അത് കാരണത്താലാണ് ഒന്നും കിട്ടാഞ്ഞത്. അപ്പോൾ ജോലി തന്നെ കുറച്ച് കാലം നിർത്തിവെച്ചു, പിന്നെ ജോലി തുടങ്ങിയപ്പോൾ പിന്നെയും കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ ഇതിലേക്ക് എന്താവണം, ചേർത്തപ്പെടണം. കസുറ സമാനു അം തോല ഉർഫൻ, അത് കാലം നീളട്ടെ നീളാതിരിക്കട്ടെ എങ്ങനെയാണ് എങ്കിലും. എന്നാൽ വക്കീല, ഒരു കീലുണ്ട്, ആ തൊവീലു, ഈ നീണ്ട കാലം എന്ന് പറഞ്ഞാൽ സലാസത്തു അയ്യാമി, 3 ദിവസം. അപ്പം 3 ദിവസത്തിനേക്കാളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ചേർത്തപ്പെടൂല, അല്ലെങ്കിൽ ചേർത്തപ്പെടും. വക്കീല, വേറെ കീലുണ്ട്, യോമുൻ കാമിലുൻ, ഒരു പൂർണ്ണമായ ഒരു ദിവസത്തിനെ കുറിച്ചാണ് നമുക്ക് എന്താകാം, നീണ്ട കാലം എന്ന് പറയാൻ പറ്റും. വമിനൽ ഉദിരി, ഈ കാരണങ്ങളിൽ പെട്ടതാണ് ഇസ്ലാഹുൽ ആലാത്തി, ആയുധങ്ങൾ നന്നാക്കാം അല്ലേ. ആയുധങ്ങൾ നന്നാക്കാപറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ JCB ആയിട്ടൊക്കെ കയറാൻ മാന്തുക, അപ്പോൾ JCB കേടുന്ന്, അപ്പോൾ അത് നന്നാക്കുക. അതേപോലെ ഹറബുൽ ഉജറ, ഈ ജോലിക്കാർ ഓടിപ്പോവുക അല്ലേ. ഈ ഗനി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എല്ലാ ജോലിക്കാരൊന്നും എടുക്കൂല. അപ്പോൾ ചിലപ്പോൾ ഓല് വിട്ടേച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതേപോലെ വസഫറു, എന്തെങ്കിലും യാത്രയൊക്കെ വന്ന്, അതേപോലെ മറന്നു അസുഖങ്ങൾ, അതൊക്കെ കാരണങ്ങളിൽ പെട്ടതാണ്. ഇല്ല അങ്ങനെയല്ല എങ്കിൽ, അതായത് വൈൻ ഖതഅൽ അമല ബി ഗൈരി ഉദ്രിൻ, ഒരു ഉദുറും ഇല്ലാതെ അയാൾ ജോലി നിർത്തിവെച്ചു, അങ്ങനെയാണ് എങ്കിൽ ഫലായുളമ്മുൽ അവ്വലു ഇല സാനിയ, ഒന്നാമത്തേനെ രണ്ടാമത്തിലേക്ക് ചേർത്തപ്പെടൂല. അത് തോല സമാനു അം കസുറ, അത് കാലം നീളട്ടെ കുറയട്ടെ എങ്ങനെയാണെങ്കിലും ശരി. കാരണം ലിയറാൽഹി, കാരണം അയാൾ അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞല്ലോ, അയാൾ തന്നെ ഉപേക്ഷിച്ചു പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ചേർത്തപ്പെടൂല. ഇനി വയുളമ്മു സാനിയിൽ അവ്വലി കമാ യളുമുഹു ഇലാമ മലക്കുഹു ബി ഗൈരിൽ മഅദിനി ഫി ഇക്മാലി നിസാബി, രണ്ടാമത്തേന് ഒന്നാമത്തിലേക്ക് ചേർത്തപ്പെടണം. ഏതുപോലെ, കമാ യളുമുഹു ഇലാമ മലക്കുഹു ബി ഗൈരിൽ മഅദിനി, ഗനിയിൽ നിന്ന് അല്ലാതെ അയാളുടെ കയ്യിൽ കിട്ടിയ സ്വർണ്ണം ഉണ്ടാവും.
അല്ലേ? അതിലേക്ക് ഇതിനെ ചേർത്തപ്പെടും പോലെ ഫീക്കുമാലി നിസാബ് പൂർത്തിയാക്കുന്നതിൽ. അപ്പം നിസാബ് പൂർത്തിയാക്കാൻ വേണ്ടി ഗനിയിൽ നിന്ന് കിട്ടിയതല്ലാതെ വേറെ കുറച്ച് സ്വർണ്ണം അയാളുടെ കയ്യിലുണ്ട്. അപ്പം അതിലേക്ക് ഇതിനെയും എന്താകണം? ചേർത്തപ്പെടണം. അപ്പോൾ ഫൈദസ്തഖ്റജ മിനൽ ഫില്ലത്തി ഹംസീന ദിർഹമൻ ബിൽ അമലിൽ അവലി. അപ്പോൾ ഒന്നാമത്തെ ജോലിയിലൂടെ അയാൾക്ക് എന്തായി? 50 ദിർഹം വെള്ളി കിട്ടി. പിന്നെ ഇപ്പോൾ മിയത്തമ്മ ഹംസീന ബിസാനി, രണ്ടാമത്തെ ജോലിയിലൂടെ ഒരു 150 ദിർഹമും കിട്ടി. എന്നാൽ ഫലാ സക്കാത്ത ഫിൽ ഹംസീന, ആ ആദ്യത്തെ 50-ൽ എന്തില്ല? സക്കാത്ത് നിർബന്ധമില്ല. അപ്പോൾ തെജിബു ഫിൽ മിഅത്തി വൽ ഹംസീന, ആ 150-ലാണ് സക്കാത്ത് നിർബന്ധമാകുക. കമാ തെജിബു ഫിഹ ലൗ ഖാൻ, ആ 150-ൽ സക്കാത്ത് നിർബന്ധം പോലെ. ഏത് പോലെ? കമാ തെജിബു ഫിഹ ലൗ ഖാന മാലിക്കല്ലി ഹംസീന മിൻ വൈരിൽ മാദിനി. ഒരാളെ കയ്യിൽ നിധിയിൽ നിന്ന് അല്ലാതെ ഒരു 50 ദിർഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ നിധിയിൽ നിന്നൊരു 150 കിട്ടി. അപ്പം ആ നിധിയിൽ നിന്ന് അല്ലാത്ത 50 എനിക്ക് എന്താ? സക്കാത്ത് നിർബന്ധമാകൂല. മറ്റേ 150-ൻ്റെ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അപ്പോൾ എന്നക്കതുൽ ഹൗലു അലൽ മിഅത്തൈനി മിൻ ഹീനി തമാമിഹ. അപ്പം പിന്നെ ഈ 200-നനുസരിച്ച് കൊല്ലം നമ്മൾ പരിഗണിക്കൽ എപ്പോഴാണോ? ഈ 200 എപ്പോഴാണോ പൂർത്തിയായത് അപ്പം മുതൽ നമ്മളെന്താവും? കൊല്ലം പരിഗണിക്കും. ഇതാ അഖ്റജ ഹക്കൽ മഅദിനി മിൻ വൈരിഹിമ, ആ മാദിൻ്റെ ഹക്ക് ഇത് രണ്ടുമല്ലാത്തതിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ, അതായത് മാദിൻ്റെ ഹക്ക് പറഞ്ഞാൽ അതിന് വേണ്ട ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ 200-ൽ നിന്ന് പുറപ്പെടുവിച്ചാൽ പിന്നെ എന്താവും? ആ 200-നേക്കാൾ കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതല്ലാത്തതിൽ നിന്ന് പുറപ്പെടുവിച്ച് ആ 200 അവിടെ അതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോഴേ സക്കാത്ത് നിർബന്ധമാകുള്ളൂ അർത്ഥം. ഇനി വലോ ഇസ്തഖ്റജ ഇസ്നാനി മിൻ മഅദിനിൻ നിസാബൻ, ഇനി രണ്ടാളുകൾ ഒരേ ഗനിയിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ, അതായത് ഈ ചങ്ങായും ഗനിയിൽ നിന്ന് സ്വർണം മാന്തി എടുക്കുന്നുണ്ട്, മറ്റേ ചങ്ങായും അതേ സെയിം ഗനിയിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഫൗജൂബു സക്കാത്തി ഫീഹി, അവിടെ സക്കാത്ത് നിർബന്ധമാകൽ എംബനി അല സുബൂത്തിൽ ഹുൽത്തത്തി ഫി വൈരിൽ മവാശി, മൃഗങ്ങളല്ലാത്തോടത്ത് ഹുൽത്തത്തിനെ നമ്മൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മസലയാണ് ഇവിടെയും വരിക. വൽ അൽഹറു കമാ തഖദ്ദമ സുബൂത്തു ഫീഹി, അതിലെന്താവും? ഹുൽത്തത്ത് സ്ഥിരപ്പെടും എന്നുള്ളതാണ് അൽഹറായ അഭിപ്രായം. അപ്പോൾ വക്തു വുജൂബി ഹക്കിൽ മഅദിനി ബിനാൻ അലൽ മദബി അന്നൽ ഹൗല ലാ യുസ്തറത്തു ഫീഹി ഹുസൂലുൻ നെയ്ലി ഫി യദിഹി. പിന്നെ വക്തു വുജൂബി ഹക്കിൽ മഅദിനി, ഈ മഅദിനിൻ്റെ ഹക്ക് നിർബന്ധമാകുന്നതിൻ്റെ സമയം, ബിനാൻ അലൽ മദ്ഹബി, മദ്ഹബായ അഭിപ്രായത്തിൻ്റെ മേലിൽ, അന്നൽ ഹൗല ലാ യുസ്തറത്തു ഫീഹി, ഈ വർഷം എന്നുള്ളതിൽ ഷർത്താക്കപ്പെടൂല. ഹുസൂലുൻ നെയ്ലി ഫി യദിഹി, അയാളുടെ കയ്യിലേക്ക് കിട്ടുക എന്നുള്ളത് ഷർത്താക്കപ്പെടൂല. അപ്പോൾ വക്തുൽ ഇഖ്റാജി അത്തഖ്ലീസു വത്തൻഖിയത്തു മിന തുറാബി വൽ ഹജരി, അതേപോലെ തന്നെ എന്ത്? ഈ പുറപ്പെടുവിക്കേണ്ട സമയം, അത് എന്ത്? അത്തഖ്ലീസു, അതിലെന്താവൂല? അത് ശുദ്ധമാക്കേണ്ട സമയം അതിൽ പെടൂല. അതേപോലെ തൻഖിയത്തു മിന തുറാബി വൽ ഹജരി, മണ്ണിൽ നിന്നും കല്ലിൽ നിന്നൊക്കെ അതിനെന്താകുക? ശുദ്ധീകരിക്കുക. അപ്പോൾ ആ സമയം അതിൽ ഷർത്താക്കപ്പെടൂല. ഇനി ഫലോ അഖ്റജ മിൻഹു ഖബ്ലഹുമ, അതിൻ്റെ മുമ്പ് ഒരാൾ സക്കാത്ത് പുറപ്പെടുവിച്ചാൽ ലം യുജ്സിഹി, അതെന്താകൂല? മതിയാകൂല. അപ്പം ഉനത്തുഹുമ അലൽ മാലിക്കി, ഇതിനൊക്കെയുള്ള ചെലവ് ആരാണ് നോക്കേണ്ടത്? ആ മാലിക് തന്നെയാണ്. അതായത് ഇതിൻ്റെയൊക്കെ സക്കാത്തൊക്കെ കൊടുക്കേണ്ടത് ഇതിനെ കല്ലിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷമാണ്, അല്ലേ? കാരണം ഗനിയിൽ നിന്ന് എടുക്കുമ്പോൾ അത് മണ്ണും ഇതൊക്കെ കൂടി കലർന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ശുദ്ധിയാക്കിയിട്ടാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പം അത് ശുദ്ധിയാക്കാനുള്ള ചിലവൊക്കെ മാലിക് തന്നെയാണ് നോക്കേണ്ടത് അർത്ഥം. അപ്പം അതിന് ശേഷമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് കൊടുത്താൽ ആ സക്കാത്ത് പരിഗണിക്കപ്പെടുകയില്ല. വലാ സക്കാത്ത ഫി ഗൈരി ദഹബി വൽ ഫിദ്ദത്തി മിനൽ മുസ്തഖ്റജി മിൻ മാദിനിൻ, ഇനി ഗനിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. സ്വർണ്ണവും വെള്ളി അല്ലാത്തതിലൊന്നും സക്കാത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെടുവിക്കുന്ന സാധനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അല്ലേ? ചിലപ്പോൾ സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതേപോലെ സിമെൻറ്റ്, മാർബിള് ഐറ്റംസ്, അതൊക്കെ നമ്മൾ മണ്ണിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ്, ഗനിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതാണ്. അതിലൊക്കെ സക്കാത്തുണ്ടോ? ഇല്ല, അതിലൊന്നും സക്കാത്ത് നിർബന്ധമില്ല. എന്നാൽ വഫി വജിഹിൻ ഷാദിൻ എന്നൊരു ഷാദായ കൗലുണ്ട്. എന്ത്? ഫി കുല്ലി മുസ്തഖ്റജിൻ മിൻഹു മുൻതബിഅൻ, അടിച്ച് പരത്താൻ പറ്റുന്ന ഏതൊക്കെ സാധനങ്ങളുണ്ടോ പുറപ്പെടുവിക്കുന്ന, അതിലൊക്കെ സക്കാത്ത് നിർബന്ധമാകും. കൽ ഹദീദി, ഇരുമ്പ് പോലെ, വൻ നുഹാസി, ചെമ്പ് പോലെ,
അത് വയറഹു ഇനി അടിച്ചു വരുത്താൻ പറ്റാത്ത സാധനങ്ങളായിട്ട് അതിലും സക്കാത്ത് നിർബന്ധമുണ്ട്. കൽ കുഹ്ലി, സുർമ പോലെ, വൽ യാക്കൂത്തി, യാക്കൂത്ത് പറഞ്ഞാൽ മുത്തുകൾ അല്ലേ. അപ്പോൾ മുത്ത്, സ്വർണം, അതുപോലെ അടിച്ച് ഇത് മുത്തുകൾ, അതേപോലെ സുർമ അടിച്ച് പരത്താനൊന്നും പറ്റൂല. നമ്മൾ പറഞ്ഞ പോലെ സിമെൻറ്റ്, അങ്ങനത്തെ മാർബിള്, അങ്ങനത്തെ സാധനങ്ങൾ, അതായത് മെറ്റലല്ലാത്ത, ലോഹങ്ങളല്ലാത്ത സാധനങ്ങൾ അതിലും നിർബന്ധമുണ്ട്. ഇനി ലോഹങ്ങളായ ഇരുമ്പ്, ചെമ്പ് അങ്ങനത്തെയിലും സക്കാത്ത് നിർബന്ധമുണ്ട് എന്നൊക്കെയാണ് ഷാദായ ഒരു കൗലിൽ. എന്നാൽ പ്രബലമായ അനുസരിച്ച് സ്വർണം വെള്ളി അല്ലാത്തതിലൊന്നും സക്കാത്ത് നിർബന്ധമില്ല. ഇനി നമ്മൾ നിധിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് നിധി കിട്ടിയാൽ അതിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ മാദിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്തത്. ഇനി റിക്കാസിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.